ഹരേ കൃഷ്ണ. ഗുരവേ ദക്ഷിണാം ദത്വാ സമാവത്യേദ്യഥാവിധി ധർമ്മലബ്ധൈര്യുദോദാരൈരഗ്നീനുത്പാദ്യ യത്നതഃ ദ്വിതീയമായുഷോ ഭാഗം ഗൃഹമേധീ ഭവേദ്വ്രതീ. ആയുസ്സിൻ്റെ രണ്ടാമത്തെ ഭാഗം ഗൃഹസ്ഥധർമ്മം അനുഷ്ഠിക്കുവാനുള്ളതാണ്. സമാവർത്തനം കഴിഞ്ഞാൽ ഗുരുവിന് ദക്ഷിണ കൊടുത്ത് ഗുരുവിൻ്റെ അനുവാദത്തോടുകൂടി അനുരൂപയായ സ്ത്രീയെ പരിണയിക്കണം. ശസ്ത്രാസ്ത്രവിദ്യ പഠിക്കുന്നതിൽ ഒരു പ്രധാന ദിവസമായിരുന്നു അന്ന്. ആചാര്യനായ ദ്രോണർ തൻ്റെ കരുത്തരായ ശിഷ്യർക്ക് സുപ്രധാനങ്ങളായ വിദ്യകളെ പകർന്നു നൽകുന്നതിനിടയിലാണ് അതിയായ ഭയഭക്തി ബഹുമാനങ്ങളോടെ ഏകലവ്യൻ ദ്രോണപാർശ്വത്തിലെത്തിയത്. നിഷാദ രാജാവായ ഹിരണ്യധനുസിൻ്റെ പുത്രനായിരുന്നു ഏകലവ്യൻ. തൻ്റെ ദീർഘനാളായുള്ള ആഗ്രഹമാണ് ദ്രോണാചാര്യരുടെ ശിഷ്യനാകുക എന്നത്. അതിനാൽ തന്നെ ശിഷ്യനായി സ്വീകരിക്കുവാൻ കൃപയുണ്ടാകണം എന്ന് ഏകലവ്യൻ അപേക്ഷിച്ചു. എന്നാൽ ദ്രോണർ അതിനു വിസമ്മതിച്ചു. ഒരു കാട്ടാളനെ ആയുധാഭ്യാസം ചെയ്യിക്കുക ബ്രാഹ്മണ്യത്തിനു എതിരായിരുന്നു. മാത്രമല്ല, ക്ഷത്രിയ കുമാരന്മാരോടൊപ്പം ഒരു നിഷാദ കുമാരനെ പഠിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് സങ്കോചവും തോന്നി. ദ്രോണൻ ഏകലവ്യന്റെ ശിഷ്യത്വം തിരസ്കരിച്ചു. ഏകലവ്യൻ പ്രകോപിതനാകുകയോ ദുഃഖിതനാകുകയോ ചെയ്തില്ല. അവൻ കുമ്പിട്ടു ഭക്തിപൂർവം ദ്രോണന്റെ പാദം ശിരസിൽ എടുത്തുവെച്ച് നമസ്കരിച്ചു മടങ്ങിപ്പോയി. കാട്ടിൽ ചെന്ന് ഗുരുവിൻ്റെ രൂപം മണ്ണുകൊണ്ട് നിർമ്മിച്ച് അതിൽ ആചാര്യ സാന്നിധ്യം സങ്കൽപ്പിച്ചു. ആദരവോടെ ആ പ്രതിമയുടെ മുമ്പിൽ വെച്ച് അസ്ത്രപ്രയോഗം നിഷ്ഠയോടെ പരിശീലിച്ചു. പരമമായ ലക്ഷ്യത്താലും പരമമായ യോഗത്താലും അസ്ത്രമെടുക്കുവാനും തൊടുക്കുവാനും അവൻ അഭ്യസിച്ച് പ്രായോഗ ലാഘവം നേടി. ഈ ഗുരുഭക്തിയിലൂടെയും ശ്രദ്ധയിലൂടെയും അവൻ അസ്ത്രാഭ്യാസത്തിൽ അതിനിപുണനായി തീർന്നു. ഒരു ദിവസം കുരുപാണ്ഡവ കുമാരന്മാർ ദ്രോണരുടെ നിർദ്ദേശമനുസരിച്ച് തേരിൽ കയറി നായാട്ടിനായി പുറപ്പെട്ടു. കാട്ടിൽ ചുറ്റി നടന്ന അവരുടെ നായ കറുത്തു നീണ്ടുള്ള ജടാഭാരവും കൃഷ്ണാജിനവുമായി നിൽക്കുന്ന നിഷാദിയായ ഏകലവ്യനെ കണ്ടു കുരച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്നു. കുരച്ചുകൊണ്ട് തൻ്റെ നേർക്ക് ചാടിയ നായുടെ വായിലേക്ക് 7 ശരങ്ങൾ ഒന്നിച്ചെയ്തു ഏകലവ്യൻ. വായിൽ നിറയെ കൂർത്തുമൂർത്ത അമ്പുകളുമായി നായ പ്രാണഭയം കൊണ്ട് കുമാരന്മാരുടെ അടുത്തെത്തി. ഇതു കണ്ട് കുമാരന്മാർ വല്ലാതെ അത്ഭുതപ്പെട്ടു. കൈവേഗം, ശബ്ദം കേട്ടുകൊണ്ടുള്ള അമ്പെയ്ത്ത്, ഇവയുടെ പ്രയോഗവും വൈഭവവും നോക്കിക്കണ്ട് അവർ ലജ്ജിച്ചുപോയി. അവൻ്റെ കരവിരുതിനെ എല്ലാവരും പ്രശംസിച്ചു. വനത്തിൽ വസിക്കുന്നവൻ ആരാണ് എന്ന് അവർ അന്വേഷിച്ചു. കുമാരന്മാർ അവനെ കണ്ടുമുട്ടി. അപ്പോഴും അവൻ പരിശീലനം തുടരുകയായിരുന്നു. വികൃതാകാരനായ അവൻ ആരാണെന്നവർ അറിഞ്ഞില്ല. അവർ അടുത്തു ചെന്ന് അവനോട് ഭവാൻ ആരാണ്, ആരുടെ പുത്രനാണ് എന്ന് ചോദിച്ചു. ഏകലവ്യൻ പറഞ്ഞു, ഞാൻ നിഷാദ രാജാവായ ഹിരണ്യധനുസിൻ്റെ പുത്രനായ ഏകലവ്യനാണ്. ദ്രോണാചാര്യരുടെ ശിഷ്യനാണ്. അദ്ദേഹം എന്നെ ധനുർവേദം അഭ്യസിപ്പിക്കുന്നു. കൗരവ ബാലന്മാർ അവൻ്റെ സകല വിവരങ്ങളും അറിഞ്ഞു മടങ്ങി. അവർ ദ്രോണാചാര്യരോട് കാട്ടിൽ കണ്ട അത്ഭുതം പറഞ്ഞു കേൾപ്പിച്ചു. ദ്രോണർ അർജുനനെ നോക്കി. അർജുനൻ അപ്പോഴും ഏകലവ്യനെ ഓർത്തു നിൽക്കുകയായിരുന്നു. അർജുനൻ രഹസ്യമായി ദ്രോണരോട് ഇപ്രകാരം പറഞ്ഞു, ഗുരു, അന്ന് ഭവാൻ എന്നെ തഴുകി പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നിന്നേക്കാൾ മേലെയായി എനിക്കൊരു ശിഷ്യനും ഇല്ല എന്ന്. എന്നാൽ ഇപ്പോൾ എന്നേക്കാൾ മീതെ എന്നു മാത്രമല്ല, ഇന്ന് ലോകത്തിൽ ഏറ്റവും ഉത്തമനായി മറ്റൊരാൾ ഭവാന്റെ ശിഷ്യനായി ഉണ്ട് എന്നറിയുന്നു. നിഷാദ രാജാവിൻ്റെ പുത്രനായ ഏകലവ്യനാണത്. മുഹൂർത്ത നേരം ദ്രോണർ അവനെക്കുറിച്ച് ചിന്തിച്ചു നിന്നു. പിന്നെ ഒന്നുറച്ച് സവ്യസാചിയുമായി നൈഷാദിയുടെ അടുത്തു ചെന്നു.
ഉടനെ മലിനനായി ജടാവൽക്കലധാരിയായി ഏകലവ്യൻ അമ്പെയ്ത് ശീലിക്കുന്നത് ഗുരു കണ്ടു. ദ്രോണാചാര്യരെ കണ്ട് അവൻ ഗുരുവിനെ എതിരേറ്റ് അഭിവാദ്യം ചെയ്തു. പാദകമലത്തിൽ നമസ്കരിച്ചു. ദ്രോണരെ വിധി പോലെ അവൻ അർച്ചിച്ചു. ഞാൻ ഭവാന്റെ ശിഷ്യനാണ് എന്ന് പറഞ്ഞ് കൈകൂപ്പി നിന്നു. എങ്കിൽ നീ എനിക്ക് ഇപ്പോൾ ഗുരുദക്ഷിണ നൽകുക. ഇതു കേട്ട് ഏകലവ്യൻ പ്രീതിയോടെ പറഞ്ഞു, ഭഗവാനെ, ഞാൻ എന്താണ് നൽകേണ്ടതെന്ന് ഭഗവാൻ കൽപ്പിച്ചാലും ഹേ ബ്രഹ്മജ്ഞ, ഗുരുവിന് നൽകാൻ കഴിയാത്തതൊന്നും എനിക്കില്ല. എങ്കിൽ നീ നിന്റെ വലം കൈയിലെ പെരുവിരൽ എനിക്ക് തരിക, ദ്രോണർ പറഞ്ഞു. ഏകലവ്യൻ ദ്രോണന്റെ ഘോരമായ ആഹ്വാനം കേട്ട് നടുങ്ങിപ്പോയി. എന്നാൽ സത്യശീലനായ അവൻ താൻ പറഞ്ഞ സത്യം രക്ഷിച്ചു. മുൻപ്രകാരം തന്നെ യാതൊരു ഭാവഭേദവുമില്ലാതെ സന്തോഷത്തോടെ, മുഖപ്രസാദത്തോടെ, ഉൾപ്രീതിയോടെ, ശങ്ക കൂടാതെ അസ്ത്രമെടുത്ത് തൻ്റെ കൈവിരലറുത്തു ദ്രോണരുടെ മുൻപിൽ ദക്ഷിണയായി സമർപ്പിച്ചു. ഇതു കണ്ട് ദ്രോണാചാര്യർക്കും ഉള്ളിൽ ഒരു വേദന തോന്നി. അദ്ദേഹം അവനെ മനസ്സിൽ മാത്രം ശിഷ്യനായി അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിച്ചു. ശേഷം ശിഷ്യന്മാരെയും ചേർത്തു പിടിച്ചുകൊണ്ട് ഹസ്തിനപുരിയിലേക്ക് മടങ്ങി. എന്നാൽ ഏകലവ്യൻ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. മറ്റു വിരലുകൾ കൊണ്ടും അസ്ത്രമെയ്യാൻ അവൻ പരിശീലിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അന്നു മുതൽ അവൻ്റെ കൈവേഗം കുറവായി ഭവിച്ചിരുന്നു. അർജുനൻ മനസ്സിൽ വല്ലാതെ സന്തോഷിച്ചു. ദ്രോണർ പറഞ്ഞതും സത്യമായി. അന്യരാരും അർജുനനെ ജയിക്കില്ലെന്ന് ഉറപ്പായി. ആയുധവിദ്യാഭ്യാസം പൂർത്തിയായി. അർജുനൻ അദ്വിതീയ വില്ലാളിയായി മാറി. ദ്രോണശിഷ്യരിൽ 2 പേർ ഗദായുദ്ധ വിദഗ്ധന്മാരായി മാറി. ഭീമനും ദുര്യോധനനും. അസ്ത്രവിദ്യയുടെ ഗൂഢതത്വങ്ങളിൽ മിക്കതിലും അശ്വത്ഥാമാവ് അഗ്രഗണ്യനായി. വാൾപ്രയോഗങ്ങളിൽ നകുല സഹദേവന്മാർ സമർത്ഥരായി. തേറിയുദ്ധത്തിൽ യുധിഷ്ഠിരൻ മികച്ചു നിന്നു. എല്ലാത്തരം യുദ്ധത്തിലും അർജുനൻ സാമർഥ്യം നേടി. ലോകത്തിലെങ്ങും പേരെടുത്ത തേരാളികളിൽ ഉത്തമനായി തീർന്ന അർജുനൻ ബുദ്ധി, യോഗം, ബലം, ഉത്സാഹം, അസ്ത്രശിക്ഷ എന്നിവയോടുകൂടി ആചാര്യഭക്തിയിലും മികച്ചു നിന്നു. അസ്ത്രോപദേശം എല്ലാവർക്കും സമമായി ഗുരു നൽകി. എങ്കിലും ലാഘവവൃത്തിയിൽ എല്ലാ ശിഷ്യരിലും പ്രാവീണ്യനായി അർജുനൻ. ബലം ഭീമനും വിദ്യാബലം അർജുനനും ഏറിയതായി കണ്ടപ്പോൾ ധാർത്തരാഷ്ട്രന്മാരിലെ അമർഷം അത്യധികമായി വർദ്ധിച്ചു. അന്നൊരിക്കൽ ഹസ്തിനപുരിയിൽ ധൃതരാഷ്ട്രർ, കൃപാചാര്യർ, സോമദത്തൻ, ബാൽഹീകൻ, ഭീഷ്മർ, വ്യാസൻ, വിതുരർ എന്നീ മഹാശയന്മാർ എല്ലാം സന്നിഹിതരായിരുന്ന സദസ്സിൽ വെച്ച് കുമാരന്മാരെ നോക്കിക്കൊണ്ട് ദ്രോണാചാര്യർ ഇപ്രകാരം പറഞ്ഞു: ഹേ കൗരവരാജാവേ, രാജാക്കന്മാരുടെ മക്കളായ ഇവർ വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി അങ്ങയുടെ അനുവാദമുണ്ടെങ്കിൽ രാജസദസ്സിൽ വെച്ചു അവരെല്ലാം തങ്ങളുടെ അഭ്യാസപാടവം പ്രദർശിപ്പിക്കുന്നതാണ്. ധൃതരാഷ്ട്രർ പറഞ്ഞു: ഹേ ഭരദ്വാജ, കേട്ട വാർത്ത ശുഭകരം തന്നെ. ഭവാൻ എത്രയും മഹത്തായൊരു കാര്യമാണ് നിർവഹിച്ചത്. ഇനി അവരുടെ വിദ്യ അരങ്ങേറുവാൻ പറ്റിയ സമയം, സ്ഥലം, വിധം എന്നിവയൊക്കെ എങ്ങനെ വേണമെന്ന് ഭവാൻ കൽപ്പിച്ചു നിശ്ചയിച്ച് എന്നെ അറിയിച്ചാൽ മതി. അതിനു വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം. വേണ്ടതെല്ലാം ഭവാൻ കൽപ്പിച്ചാലും എനിക്ക് കണ്ണു കാണുവാൻ കഴിയാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. കണ്ണുള്ളവർ ഭാഗ്യവാന്മാർ. അവർക്കു കാണാമല്ലോ പുത്രന്മാരുടെ പാടവം. ആചാര്യൻ പറയും പോലെ ഹേ വിതുര, ഭവാൻ എല്ലാം ഒരുക്കുക. ഇതുപോലെ ഒരു സന്തോഷം നമുക്ക് വേറെ എന്തുള്ളൂ? വിതുരൻ ഒരുക്കങ്ങൾ തുടങ്ങി. ദ്രോണാചാര്യർ രംഗഭൂമി അളന്നു ക്ലിപ്തപ്പെടുത്തി സ്ഥലം നിരപ്പാക്കി. വൃക്ഷലതാദികളില്ലാത്ത ഒഴിഞ്ഞ സ്ഥലം, നല്ല നാളും പക്കവും നോക്കി അവിടെ ബലിയും പൂജയും നടത്തി. പിന്നെ വീരസമാജത്തെ അറിയിക്കുവാൻ വിളംബരം ചെയ്തു. രംഗഭൂമിക്ക് ചുറ്റും ശില്പികൾ ഭംഗിയോടെ ശാസ്ത്രപ്രകാരം കാഴ്ചപ്പുരകളുണ്ടാക്കി മോടി പിടിപ്പിച്ചു. മഹാരാജാവിനും
ഉദ്യോഗസ്ഥർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും യഥായോഗ്യം ഇരുന്നു എല്ലാം കാണുവാനുള്ള സ്ഥലങ്ങൾ പ്രത്യേകം അലങ്കരിച്ചു. നാട്ടുകാരെല്ലാവരും സന്തോഷത്തോടെ ഭൃത്യന്മാരെ സഹായിക്കുവാൻ കൂടെ വലിയ വലിയ ശിബിരാദികളും നിർമ്മിച്ചു. നിശ്ചയിക്കപ്പെട്ട ദിവസം വന്നു. രാജാവും മന്ത്രി മുഖ്യന്മാരും ഭീഷ്മരെയും കൃപരെയും മുന്നിൽ നടത്തി രംഗഭൂമിയിൽ എത്തിച്ചേർന്നു. മുത്തുക്കുടകൾ തൂക്കിയതും വൈഡൂര്യക്കല്ലു വിരിച്ചതും പൊൻതാഴികക്കുടം വെച്ചതുമായ കാഴ്ചപ്പുരയിൽ വന്നുകയറി. ഗാന്ധാരിയും ഭാഗ്യവതിയായ കുന്തിയും മറ്റു രാജസ്ത്രീകളും ദാസിമാരോടുകൂടി ചമഞ്ഞൊരുങ്ങി സസന്തോഷം മഞ്ചത്തിൽ കയറി സുരസുന്ദരിമാരെ പോലെ വിളങ്ങി. ബ്രാഹ്മണ ക്ഷത്രിയാദികളായ 4 ജാതികളും ക്ഷണപ്രകാരം ബാലശിക്ഷാബലം കാണുവാൻ സസന്തോഷം എത്തിച്ചേർന്നു. വാദ്യഘോഷത്തോടും കൗതൂഹലത്തോടും കൂടിയ പുരുഷാരം ചേർന്ന ആ രംഗം ക്ഷോഭിച്ച കടൽ പോലെ ശോഭിച്ചു. ഈ സന്ദർഭത്തിൽ വെള്ളവസ്ത്രവും ചന്ദനച്ചാർത്തുമായി വെള്ളപ്പൂണൂൽ ധരിച്ച ആചാര്യൻ തൻ്റെ പുത്രനുമൊന്നിച്ച് അരങ്ങത്തു കയറി പ്രേക്ഷാഗൃഹം അലങ്കരിച്ചു. ആദ്യമായി ദ്രോണാചാര്യർ ദേവപൂജ നടത്തിയ ശേഷം ബ്രാഹ്മണരെ ആശീർവാദത്തിനായി ക്ഷണിച്ചു. നാന്ദിമുഖത്തിൽ പുണ്യഘോഷം കഴിഞ്ഞതിൽ പിന്നെ നരപുങ്കവന്മാർ പല ശസ്ത്രാസ്ത്രങ്ങളുമായി കടന്നുവന്നു. ചട്ടയും കയ്യുറയും കച്ചക്കെട്ടും ആവനാഴിയുമായി മഹാരഥന്മാരായ ഭരതർഷഭർ വന്നു ചേർന്നു. ജ്യേഷ്ഠക്രമത്തിൽ ധർമാത്മജൻ മുതലായ കുമാരന്മാർ കയറിച്ചെന്നു. അവർ ഗുരുവിന് സ്വർണം, രത്നം, വസ്ത്രം മുതലായ വിവിധ വസ്തുക്കൾ ദക്ഷിണ കൊടുത്തു. രാജകുമാരന്മാർ ഗുരുവിനെ പൂജിച്ചു. ഗുരു അവരെ അനുഗ്രഹിച്ചു. അസ്ത്രകൗശല പ്രദർശനം ആരംഭിച്ചു. പല വിധത്തിലുള്ള ആയുധങ്ങളുമായി 4 ഭാഗത്തു നിന്നും രാജകുമാരന്മാർ രംഗത്തു പ്രത്യക്ഷപ്പെട്ടു. കയ്യിൽ അമ്പും വില്ലുമായി നിരന്നു നിൽക്കുന്ന രാജകുമാരന്മാരുടെ സംഘത്തെ ഗന്ധർവ നഗരമെന്ന പോലെ കണ്ട് കാണികൾ ആനന്ദിച്ചു. ഓരോ വില്ലിൻ്റെയും മുറകളും തേരോടിക്കുന്ന ക്രമവും ഗജാശ്വങ്ങളുടെ ഗതിയും മല്ലയുദ്ധവും അവർ രംഗത്തു പ്രദർശിപ്പിച്ചു. ഖഡ്ഗാഭ്യാസത്തിൻ്റെ വീരതയും കുമാരന്മാർ പ്രകടിപ്പിച്ചു. ലാഘവം, ഭംഗി, അഴക്, സ്വൈര്യം, വാൾപിടിയിലെ ഉറപ്പ് എന്നിവ ഖഡ്ഗ ചർമ്മ പ്രയോഗത്തിൽ പ്രദർശിപ്പിച്ചു. പിന്നീട് ദുര്യോധന മൃഗോദരന്മാർ ഗദയുമായി ശൃംഗമുള്ള അദ്രികൾ എന്ന പോലെ രംഗത്തിറങ്ങി അരക്കെട്ടു മുറുക്കി പൗരുഷത്തോടെ പിടിയാനമൂലം ചീറി നേരിടുന്ന 2 മത്തഗജങ്ങൾ എന്ന പോലെ പോരാടി. ഇടവും വലവും ചുറ്റും അവർ മണ്ഡലം ചുറ്റി. ധൃതരാഷ്ട്രർക്ക് വിതുരനും ഗാന്ധാരിക്ക് സഞ്ജയനും കുമാരന്മാരുടെ വീരപരാക്രമങ്ങൾ കാണുന്ന വിധം പ്രകീർത്തിച്ചു നൽകി. പൂർവ്വ വൈരാഗ്യവും കാണികളുടെ ചേരിതിരിഞ്ഞുള്ള ആർപ്പും ആരവവും എല്ലാം ഭീമ ദുര്യോധനന്മാരുടെ വാശിയും പകയും വർദ്ധിപ്പിച്ചു. ഇരുവരും വാശിയോടെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഇളകി മറിഞ്ഞാർക്കുന്ന ജനൗഘത്തെ കണ്ട് ആചാര്യൻ അശ്വത്ഥാമാവിനോട് പറഞ്ഞു, പുത്ര, പയറ്റു നിർത്തുവാൻ പറയൂ. മഹാവീര്യന്മാരായ 2 പേരെയും തടുക്കുക. അവർ ഹേതുവായി രംഗപ്രകോപനമുണ്ടാകരുത്. ഗുരുപുത്രൻ ഓടിച്ചെന്ന് ഗുരുവിൻ്റെ നിർദ്ദേശമറിയിച്ചു. ഉടൻ തന്നെ ഇരുവരും പിന്മാറി. ഉടൻ ആചാര്യൻ മേഘനിർഘോഷം പോലെ ആഹ്വാനം ചെയ്തു, എൻ്റെ പ്രിയ ശിഷ്യനും സർവാസ്ത്ര പണ്ഡിതനും ജിഷ്ണുപുത്രനും വിഷ്ണു തുല്യനുമായ ജിഷ്ണു ഇതാ രംഗപ്രവേശം ചെയ്യുന്നു. നിങ്ങൾ കാണൂ. ഉടനെ കൃതമംഗളനായ ഒരു യുവാവ് കയ്യുറയിട്ട് തൂണീരവുമേന്തി പൊൻചട്ടയിട്ട് രംഗത്തു പ്രവേശിച്ചു. സൂര്യേന്ദ്രായുധ വിദ്യുത്തോടുകൂടിയ സന്ധ്യാബുധോപമനായ അർജുനൻ അരങ്ങത്തു വന്നപ്പോൾ എല്ലാവരും ഹർഷാരവം മുഴക്കി. വാദ്യഘോഷവും മംഗളശംഖധ്വനിയും മുഴങ്ങി. ഇതാ കുന്തിപുത്രൻ, ഇതാ മധ്യമ പാണ്ഡവൻ, ഇതാ ഇന്ദ്രപുത്രൻ, ഇതാ കൗരവപാലകൻ, ഇതാ അസ്ത്രജ്ഞരിൽ ശ്രേഷ്ഠൻ, ഇതാ ധാർമ്മിക മുഖ്യൻ, ഇതാ ശീലവാന്മാരിൽ ഉത്തമൻ. ഇങ്ങനെ കാഴ്ചക്കാർ അധികമായി പ്രശംസിച്ചു. കുന്തി ഇതു കേട്ട് ആനന്ദപുളകിതയായി. അവളുടെ മുലകൾ ചുരന്നു.
കണ്ണുനീരുകൊണ്ട് മാറിടം നനഞ്ഞു. ഈ ഘോഷം ചെവിയിൽ വന്നലച്ചപ്പോൾ ധൃതരാഷ്ട്രർ വിതുരനോട് പറഞ്ഞു, വിതുര, ഞാൻ ധന്യനായി, ഞാൻ ഭാഗ്യവാനായി, എനിക്കു രക്ഷ കിട്ടി. കുന്തിയാകുന്ന അരണിയിൽ നിന്നുണ്ടായ പാണ്ഡവാഗ്നിത്രയത്താൽ ഞാൻ ഭാഗ്യവാനും ധന്യനുമായി. തുടർന്ന് അർജുനൻ തൻ്റെ അസ്ത്രലാഘവം ലോകത്തിനു മുമ്പിൽ പ്രദർശിപ്പിച്ചു. ആഗ്നേയാസ്ത്രത്താൽ അഗ്നിയുണ്ടാക്കി, വാരുണത്താൽ മഴയുണ്ടാക്കി, വായവ്യത്താൽ കാറ്റുണ്ടാക്കി, പാർജന്യത്താൽ മേഘങ്ങളുണ്ടാക്കി, ഭൂഭ്രമത്താൽ ഭൂമിക്കുള്ളിൽ പോയി, പാർവതത്താൽ അദ്രികൾ കാട്ടി, അന്തർധാനാസ്ത്രത്താൽ താനേ മറഞ്ഞു, ക്ഷണത്താൽ ദീർഘകായനും കുറിയവനുമായി, തേർനുകത്തിലും തേർത്തടത്തിലും ഒരേ സമയം തന്നെ കാണപ്പെട്ടു. ഉടൻ തേരിനു പുറത്തും കാണപ്പെട്ടു. ആ നിമിഷം എല്ലായിടത്തും അർജുനൻ മാത്രം. ശരീരത്തിൻ്റെ പല ആകാരങ്ങളിൽ അണുവായും ഗുരുവായും സൂക്ഷ്മമായും കടുവായും അദ്ദേഹം സൗഷ്ഠവത്തോടെ പല ശരങ്ങൾ കൊണ്ട് എയ്തു മുറിച്ചു. ചുറ്റിക്കറങ്ങുന്ന ലോഹവരാഹത്തിൻ്റെ വായിൽ ഒപ്പം 5 ശരങ്ങളെ തടയാതെ 5ഉം ഒന്നെന്ന പോലെ എയ്തു. കയറിൽ കെട്ടിത്തൂങ്ങിയാടുന്ന കാളക്കൊമ്പിൻ്റെ അകത്ത് 21 ശരങ്ങൾ എയ്തു തറച്ചു. ഇപ്രകാരം അസ്ത്രം കൊണ്ടും വാളുകൊണ്ടും ഗദ കൊണ്ടും പല പല മണ്ഡല ഭേദങ്ങളും കാണിച്ചു അരങ്ങിനെ ഉന്മാദാവസ്ഥയിലാക്കി പാർത്ഥൻ. എല്ലാം കെട്ടടങ്ങിയപ്പോൾ എല്ലാവരും കണ്ടു. മിന്നൽ പിണരിൻ്റെ പ്രഭ പോലെ 5 പാണ്ഡവരോടുകൂടി ഗുരു ശോഭിക്കുന്നു. അപ്രകാരം തന്നെ അശ്വത്ഥാമാവിനോടുകൂടെ ദുര്യോധനനു ചുറ്റും 99 സഹോദരന്മാർ. കയ്യിലെന്തുന്ന ഗദയോടും ആയുധം ധരിച്ച അനുജന്മാരോടും സുരാരിയുടെ നാശത്തിൽ സുരന്മാരോടുകൂടിയ പുരന്ദരനെ പോലെ സുയോധനൻ പ്രശോഭിക്കുന്നു. തരമാകും വരെ തൻ്റെ പുറത്തേറ്റുക വൈരിയെ, തരം വന്നാൽ കുടം കല്ലിലെറിഞ്ഞമ്മട്ടുടയ്ക്കുക. ആവലാതി പറഞ്ഞാലും കൈവിട്ടിടൊല്ല രാതിയെ, കൃപ ചെയ്യൊല്ല കൊല്ലേണമപകാരിയെ നിർണയം. ചതുരുപായങ്ങൾ പ്രാവർത്തികമാക്കാൻ കൂടനീതിയുമായി ധൃതരാഷ്ട്രർക്കു മുമ്പിൽ കണികൻ. ഓം നമോ ഭഗവതേ വാസുദേവായ.